بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. സഹോദരന്മാരെ, സഹോദരികളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നിന്നുള്ള സംഗ്രഹമാണ് നമ്മൾ പറയുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മദീനയിലെത്തിയ മുസ്ലിങ്ങൾക്ക് പ്രതിരോധിക്കുവാനുള്ള അനുമതി അല്ലാഹു തആല നൽകിയതും അങ്ങനെ മുസ്ലിങ്ങൾ മക്കയിലെ ശൈലിയിൽ നിന്ന് മാറി പ്രതിരോധം തീർത്ത കാര്യവുമാണ് സംസാരിക്കുന്നത്. നമുക്കറിയാം, മക്കയിൽ നീണ്ട 13 വർഷക്കാലം മുസ്ലിങ്ങൾക്ക് ഖുറൈശി പ്രമാണിമാരുടെ മർദ്ദനങ്ങളും പീഡനങ്ങളും അക്രമങ്ങളുമെല്ലാം സഹിക്കേണ്ടി വന്നു. ത്യാഗപൂർണമായ ആ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അവർ അനുഭവിച്ചു. തുടർന്നാണ് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വാസികളും പലായനം ചെയ്യുന്നത്. മദീനയിലെത്തി അവിടെ ഒരു പള്ളി പണിതുവെന്നും വിശ്വാസികൾക്കിടയിൽ സാഹോദര്യ ബന്ധം ഊട്ടിയുറപ്പിച്ച് ആ ബന്ധം ശക്തമാക്കി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ സംസാരത്തിൽ പറഞ്ഞതാണ്. യുദ്ധത്തിനുള്ള അനുമതി വരുന്നു. ഖുറൈശികൾക്ക് യഥരിബിലെ ജൂതന്മാരുമായി മുമ്പേ ബന്ധമുണ്ടായിരുന്നു. അവർ മുസ്ലിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളും ഛിദ്രതയും ഇളക്കിവിടാൻ പരിശ്രമിച്ചു. ഖുറൈശികളും മുസ്ലിങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പൊ മക്കയിൽ നിന്നുള്ള ഭീഷണി വരുന്നു, മദീനയിൽ തന്നെയുള്ള ജൂതന്മാർ മുസ്ലിങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എങ്ങനെ അകത്തു നിന്നും പുറത്തു നിന്നും മുസ്ലിങ്ങൾ അപകടം വലയം ചെയ്തുകൊണ്ടിരുന്നു. ആയുധം കൂടെ ഇല്ലാതെ സ്വഹാബികൾക്കൊരു രാത്രി പോലും ഉറങ്ങാൻ കഴിയാത്ത ഭീകരാവസ്ഥ സംജാതമായി. ഈ നിർണായക ഘട്ടത്തിൽ, അപ്പോൾ വല്ലാത്തൊരവസ്ഥയാണല്ലോ അത്. ഈ നിർണായക ഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് അല്ലാഹു പ്രതിരോധത്തിന് അഥവാ യുദ്ധത്തിനുള്ള അനുമതി നൽകി. ശത്രുക്കളുടെ ചലനങ്ങൾ അറിയാനും ഒരു സമ്മർദ്ദ തന്ത്രം എന്ന നിലയിൽ ഖുറൈശികളുടെ കച്ചവട സംഘത്തെ തടയാൻ വേണ്ടിയും തങ്ങൾ ഇപ്പോഴും ദുർബലാവസ്ഥയിലല്ല, ശക്തരാണ് എന്ന കാര്യം അറിയിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനിക സംഘങ്ങളെ അയച്ചു തുടങ്ങി. കാരണം മുസ്ലിങ്ങളുടെ ശക്തി മനസ്സിലാക്കി ശത്രുക്കൾ സന്ധിക്ക് വഴങ്ങാനും തങ്ങളെ സ്വതന്ത്രരായി ജീവിക്കാൻ അനുവദിക്കാനും ഇസ്ലാമിക പ്രബോധനത്തിൽ മാർഗതടസ്സം സൃഷ്ടിക്കാതിരിക്കാനും വേണ്ടിയാണ് ആ നടപടികളിലേക്ക് നീങ്ങിയത്. മദീനയിലെ പല ഗോത്രങ്ങളുമായി അവിടുന്ന് അത്തരത്തിലുള്ള കരാർ ഉണ്ടാക്കിയിരുന്നു. ബദർ യുദ്ധത്തിലേക്ക് നയിച്ച കാര്യം എന്തായിരുന്നു? ഇസ്ലാമിലെ പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമായ യുദ്ധമാണ് ബദർ. ഈ സന്ദർഭത്തിൽ ഷാമിൽ നിന്ന്, ഷാം അഥവാ സിറിയ, അവിടെ നിന്ന് ഖുറൈശികളുടെ ഒരു കച്ചവട സംഘം മടങ്ങി വരുന്ന വിവരം മുസ്ലിങ്ങൾ അറിഞ്ഞു. ഏകദേശം 50,000 ദീനാറിൽ സ്വർണ്ണ നാണയം, കുറയാത്ത ചരക്കുകളും ലാഭവിഹിതവുമായിട്ടാണ് അവർ മടങ്ങി വരുന്നത്. സ്വന്തം രാജ്യത്ത് നിന്നും തങ്ങളെ ആട്ടി ഓടിച്ച മക്കക്കാരെ സാമ്പത്തികമായി തളർത്താനും അതുമൂലം അവരുടെ മനസ്സുകൾ തകർക്കാനും മുസ്ലിങ്ങൾക്കൊരു സുവർണ അവസരം വീണ് കിട്ടിയിരിക്കുന്നു. പ്രസ്തുത കച്ചവട സംഘത്തെ തടയുവാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു. 313 അനുയായികളുമായി അവിടെ നിന്ന് പുറപ്പെട്ടു.
യുദ്ധം പ്രതീക്ഷിക്കാതെയുള്ള ആ പുറപ്പാടിൽ, യുദ്ധം പ്രതീക്ഷയില്ല, യുദ്ധം ലക്ഷ്യമല്ല, അവരെ തടുക്കുക എന്നതാണ് ലക്ഷ്യം. അങ്ങനെയുള്ള ആ പുറപ്പാടിൽ 2 കുതിരയും 70 ഒട്ടകങ്ങളും മാത്രമാണ് അവരോടൊപ്പം ഉണ്ടായിരുന്നത്. ഖുറൈശികളുടെ കച്ചവട സംഘമാകട്ടെ 1000 ഒട്ടകങ്ങളും 40 ആളുകളും അടങ്ങുന്നതായിരുന്നു. ആ സംഘത്തിന്റെ നേതാവ് അബൂ സുഫിയാൻ ആയിരുന്നു. മുസ്ലിങ്ങളുടെ പുറപ്പാട് മണത്തെറിഞ്ഞ അബൂ സുഫിയാൻ ഈ വിവരം അറിയിക്കാനും മുസ്ലിങ്ങളിൽ നിന്നും തങ്ങളെ രക്ഷിക്കാനുള്ള സഹായ അഭ്യർത്ഥനയുമായി മക്കയിലേക്ക് ആളെ പറഞ്ഞയച്ചു. കൂടാതെ അബൂ സുഫിയാൻ വഴിമാറി സഞ്ചരിച്ച് മക്കയിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് ആ സംഘത്തെ കണ്ടുമുട്ടാനായില്ല. എന്നാൽ അബൂ സുഫിയാൻ ഒരു മെസ്സഞ്ചർ അയച്ചിരുന്നല്ലോ. അബൂ സുഫിയാൻ അറിയിച്ച വാർത്ത എത്തിയ ഉടനെ ഖുറൈശികൾ ഒരു സൈന്യത്തെ സജ്ജമാക്കി. 1300ഓളം വരുന്ന ആളുകൾ ഉൾക്കൊള്ളുന്നതായിരുന്നു ആ സൈന്യം. രക്ഷപ്പെട്ട കച്ചവട സംഘത്തിന് തലവൻ അബൂ സുഫിയാൻ തങ്ങൾ സുരക്ഷിതമായി മക്കയിലെത്തിയ വാർത്ത അറിയിക്കാനായി ആ സൈന്യത്തിലേക്ക് ആളെ നിയോഗിച്ചു. അതിനാൽ അവരോട് മടങ്ങിപ്പോരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അബൂജഹൽ അതിന് സമ്മതിച്ചില്ല. സൈന്യം ബദറിലേക്കുള്ള യാത്ര തുടർന്നു. എന്നാൽ അവരിൽ നിന്ന് 300 പേര് മക്കയിലേക്ക് മടങ്ങിപ്പോയി. ആ സംഘത്തിൽപ്പെട്ട ഖുറൈശികൾ ഇങ്ങനെ പടപ്പുറപ്പാട് നടത്തിയിട്ടുണ്ട് എന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. അവിടെ നിന്ന് തൻ്റെ അനുയായികളുമായി സഹചരന്മാരുമായി കൂടിയാലോചന നടത്തി എന്ത് ചെയ്യണം. നിഷേധികളുമായി യുദ്ധം ചെയ്യാൻ അവരെല്ലാം ഏകകണ്ഠനെ തീരുമാനിച്ചു. അവർ യുദ്ധത്തിന് വന്നെങ്കിൽ അവരോട് ഏറ്റുമുട്ടുക തന്നെ, അതാണ് അതിൻ്റെ പരിഹാരം. ഹിജ്റയുടെ 2-ാം വർഷം റമദാൻ മാസം 17-ാം തീയതി വെള്ളിയാഴ്ച ഇരു സൈന്യവും ഏറ്റുമുട്ടി. യുദ്ധം കൊടുമ്പിരി കൊണ്ടു. പ്രവാചകന്റെയും വിശ്വാസികളുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. ഇതിനിടയ്ക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്, നമ്മൾ ചുരുക്കി പറയാണല്ലോ. അള്ളാഹുവിന്റെ സഹായം വിശ്വാസികൾക്ക് കിട്ടി. സൂറ അൽ അൻഫാൽ 49, ആൽ ഇമ്രാൻ 124, 125 എന്നീ ആയത്തുകളിൽ അറിയിച്ചതുപോലെ തുടരെയായി മലക്കുകൾ അയച്ചുകൊണ്ട് അള്ളാഹു മുസ്ലിം സൈന്യത്തെ സഹായിച്ചു. യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയശ്രീലാളിതരായി. മുസ്ലിങ്ങളിൽ നിന്ന് 14 പേർ രക്തസാക്ഷികളായി. മുശ്രിക്കുകളിൽ നിന്ന് മറുഭാഗത്ത് ശത്രുഭാഗത്ത് നിന്ന് 70 പേർ വധിക്കപ്പെട്ടു. നമുക്കറിയാം 313 ആളുകളാണ് ഇവിടെയുള്ളത്. 1000ഓളം വരുന്ന ആളുകൾ മറുഭാഗത്തുണ്ട്. അവർ എല്ലാവിധ ആയുധങ്ങളുമായി സർവായുധ സജ്ജമായിരിക്കുന്ന ഒരു സൈന്യം എല്ലാം അവിടെ കൈവശമുണ്ട്. ഇവിടെ ഒന്നുമില്ല. സാധാരണ അറബികൾ കൊണ്ടു നടക്കാറുള്ള വാളല്ലാതെ മറ്റായുധങ്ങളൊന്നും കൈവശമില്ല. ഒരു യുദ്ധമുഖത്തേക്ക് എത്തിച്ചേരാനുള്ള തീരുമാനമൊന്നും മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോഴില്ലല്ലോ. യാദൃശിക അബൂ സുഫിയാന്റെ ആ കച്ചവട സംഘത്തെ കിട്ടാതെ വന്നപ്പോൾ, അവർ മറ്റൊരു വഴിക്ക് രക്ഷപ്പെട്ടപ്പോൾ, മക്കയിൽ നിന്ന് ഈ വിവരമറിഞ്ഞ് അബൂജഹലിന്റെ നേതൃത്വത്തിലൊക്കെ ഒരു വലിയ സൈന്യം സംഘടിച്ച് മുഹമ്മദിന്റെയും മുസ്ലിങ്ങളുടെയും കഥ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരൂ എന്ന് ശബ്ദമെടുത്തുകൊണ്ട് പുറപ്പെട്ട ആ സൈന്യം, ആ വിവരം അറിഞ്ഞപ്പോൾ കൂടിയാലോചനയ്ക്ക് ഇരുന്ന പ്രവാചകൻ അവസാനം എന്ത് ചെയ്തു? അവരോട് മുഖാമുഖം ഏറ്റുമുട്ടാൻ തീരുമാനിക്കുകയായിരുന്നു. ആ തീരുമാനത്തിലാണ് യുദ്ധമുണ്ടാകുന്നത്. ദ്വന്ദ്വയുദ്ധത്തിൽ തുടങ്ങി അവസാനം കൊടുമ്പിരി കൊണ്ട യുദ്ധം. ആ യുദ്ധം അവസാനിക്കുമ്പോൾ മുസ്ലിങ്ങളുടെ ഭാഗത്ത് 14 ആളുകൾ ഷഹീദായി. മറുഭാഗത്ത് 70 ആളുകൾ വധിക്കപ്പെട്ടു. അതില് ആ സമുദായത്തിന്റെ ഫറോവ എന്ന് വിശേഷിപ്പിക്കാൻ പോന്ന അബൂജഹലും ഖുറൈശി നേതാക്കളും നായകന്മാരും അടക്കമുള്ളവർ വധിക്കപ്പെട്ടു. അവരെല്ലാം ആ വധിക്കപ്പെട്ട പട്ടികയിൽ കാണാം. അവരിൽ 70 പേർ ബന്ദികളായി പിടിക്കപ്പെട്ടു. യുദ്ധം നടക്കുന്നതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധ കളം ഇങ്ങനെ സന്ദർശിച്ചിട്ട്, ഇവിടെ അബൂജഹൽ ഉണ്ടാകും,
ഇവിടെ ഉത്തുബത്തുണ്ടാകും, ഇവിടെ ഷൈബത്തുണ്ടാകും എന്നിങ്ങനെ ഓരോ ആളുകളുടെ പേര് പറഞ്ഞിട്ട് ആ സ്ഥലം ഇങ്ങനെ കാണിച്ചു. അവരൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും, മരിച്ചു കിടപ്പുണ്ടാവും. യുദ്ധാനന്തരം പോയി നോക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ ചൂണ്ടിക്കാണിച്ച ആ ഭാഗത്ത് അതേ ആളുകൾ അവിടെ മരിച്ചു കിടപ്പുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അമാനുഷികതയാണിത്. അള്ളാഹു തആല മുൻകൂട്ടി അറിയിച്ചു കൊടുത്ത ആ അറിവിനാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യങ്ങൾ സഹാബികളുമായി പങ്കുവെക്കുകയാണ്. ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം തുടങ്ങും മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹുവേ, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഉസാബ ലം തുഅബദ് ഫിൽ അർളി അബദ. പടച്ചവനെ, ഈ ചെറു സൈന്യമെങ്ങാനും നശിപ്പിക്കപ്പെട്ടാൽ പിന്നെ ഈ ഭൂമിയിൽ നീ ആരാധിക്കപ്പെടുകയില്ല, നിന്നെ മാത്രം ആരാധിക്കാൻ ആരും ഉണ്ടാകില്ല. ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും തന്നെ ഇല്ല എന്ന കലിമത്ത് തൗഹീദ് മുറുകെ പിടിച്ചുകൊണ്ട് അതിനുവേണ്ടി പടപൊരുതുന്ന ഒരു സമൂഹം, ആ സമൂഹം ഇല്ലാതെയാക്കപ്പെട്ടാൽ പിന്നെ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് റബ്ബെ സഹായിക്കണേ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. പടച്ച തമ്പുരാൻ വിശ്വാസികളെ സഹായിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി. 313ഓളം വരുന്ന സഹാബത്ത്, 1000ഓളം വരുന്ന എല്ലാവിധ സന്നാഹങ്ങളുമായി കടന്നു വന്ന ശക്തരായ ആ സൈന്യത്തെ പരാജയപ്പെടുത്തി. കം മിൻ ഫിഅത്തിൻ ഖലീല ഗലബത് ഫിഅതൻ കസീറ ബിഇദ്നില്ലാഹ്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, എത്ര എത്ര ചെറു സംഘങ്ങളാണ് എത്ര എത്ര വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തി കീഴ്പ്പെടുത്തിയത് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ. അതെ, ബദറിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ 70 പേർ വധിക്കപ്പെട്ടു, 70 ആളുകൾ ബന്ദികളായി പിടിക്കപ്പെട്ടു. ഈ യുദ്ധത്തിനിടയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മകളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പത്നിയുമായ റുഖിയ റളിയല്ലാഹു തആല അൻഹായുടെ വിയോഗം സംഭവിക്കുന്നത്. അവർ രോഗിയായതിനാൽ അവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മദീനയിൽ തന്നെ തങ്ങണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചില്ല. യുദ്ധാനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മറ്റൊരു മകളായ ഉമ്മു കുൽസൂമിനെ ഉസ്മാൻ അഫ്ഫാന് വിവാഹം ചെയ്തു കൊടുത്തു. അപ്പൊ റുഖിയ ബീവി ആ സന്ദർഭത്തിൽ മരണപ്പെടുകയാണ്. അതിന്റെ ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മറ്റൊരു മകളെ ഉമ്മു കുൽസൂമിനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്നെ കല്യാണം കഴിച്ചു കൊടുത്തു. പ്രവാചകന്റെ 2 പുത്രിമാരെ വിവാഹം ചെയ്യാൻ ഭാഗ്യമുണ്ടായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അക്കാരണത്താൽ ദുന്നൂറൈൻ അഥവാ ഇരട്ട പ്രകാശത്തിന്റെ ഉടമ എന്ന പേരിന് അർഹനായി. 2 പെൺകുട്ടികളെ, പ്രവാചകന്റെ ഒരാൾക്ക് ശേഷം മറ്റൊരാൾ എന്ന നിലയിൽ 2 പെൺമക്കളെ, പ്രവാചകന്റെ 2 പെൺമക്കളെ വിവാഹം ചെയ്തയാൾ എന്ന നിലക്കാണ് ദുന്നൂറൈൻ, ഇരട്ട പ്രകാശത്തിന്റെ ഉടമ എന്ന പേര് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയത്. അള്ളാഹുവിൽ നിന്ന് തങ്ങൾക്ക് വന്നു കിട്ടിയ വിജയത്തിന്റെ സന്തോഷത്തിൽ മുസ്ലിങ്ങൾ ബദർ യുദ്ധക്കളത്തിൽ നിന്ന് യുദ്ധാനന്തരം മദീനയിലേക്ക് മടങ്ങി. അവരോടൊപ്പം ബന്ദികളായി പിടിക്കപ്പെട്ട തടവുകാരും യുദ്ധാർജിത മുതലുകളും ഉണ്ടായിരുന്നു. ബന്ദികളാക്കപ്പെട്ടവരിൽ ചിലർ സ്വന്തമായി മോചനദ്രവ്യം നൽകി സ്വതന്ത്രരായി. ചിലരെ പ്രായച്ചിത്തം ഒന്നുമില്ലാതെ നിരുപാധികം വിട്ടയച്ചു. മറ്റു ചിലരുടെ പ്രായച്ചിത്തം ഓരോ ആളും മദീനയിലെ 10 കുട്ടികൾക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക എന്നതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി വെച്ച കണ്ടീഷൻ അതാണ്. നിങ്ങളുടെ അക്ഷരാഭ്യാസം പഠിച്ച ആളുകൾ, ഞങ്ങളുടെ കൂട്ടത്തിൽ അക്ഷരാഭ്യാസം പഠിച്ചിട്ടില്ലാത്ത 10 പേർക്ക്, 10 കുട്ടികൾക്ക് ഒരാൾ 10 കുട്ടികൾ അക്ഷരം പഠിപ്പിക്കുക. അക്ഷരം പഠിപ്പിച്ച് എഴുത്തും വായനയും പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതുമൂലം സ്വതന്ത്രരായി പോകാം. അവർ അടിമകളായി പിടിക്കപ്പെട്ട ബന്ദികളായിരിക്കേണ്ടതില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 1500 വർഷങ്ങൾക്ക് മുമ്പ് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷരതയുടെ വിപ്ലവം നടത്തുകയായിരുന്നു. അതായത് യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ബന്ദികളോടാണ് പറഞ്ഞത്, നിങ്ങൾ ഇവിടെയുള്ള മദീനയിലെ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട കുട്ടികൾക്ക്, ഒരാൾ 10 കുട്ടികൾക്ക് അക്ഷരാഭ്യാസം നടത്തിയാൽ, എഴുത്തും വായനയും പഠിപ്പിച്ചാൽ അതിനെ തുടർന്ന് അവർക്ക് സ്വതന്ത്രരായി പോകാം. അവര് ആ ബന്ധനസ്ഥരായ ആളുകൾ ആ ബന്ദികളായി അവർക്ക് വേണ്ടി മോചനം നേടി പോകാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന്
1500 വർഷങ്ങൾക്ക് മുമ്പ് അക്ഷരാഭ്യാസത്തിന് പ്രാമുഖ്യം കൊടുത്ത് സാക്ഷരതയുടെ വിപ്ലവം നയിച്ച നേതാവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ വായിച്ചെടുക്കാൻ പറ്റും. യുദ്ധത്തിന്റെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് സുദീർഘമായി സംസാരിക്കേണ്ടതാണ്. നമ്മൾ ചുരുക്കി പറയുകയാണല്ലോ. അതുകൊണ്ട് വിശദമായ പഠനത്തിന് ചരിത്ര പുസ്തകങ്ങൾ അവലംബിക്കുക. അപ്പൊ ആദ്യത്തെ യുദ്ധം ബദറാണ്. 313 ആളുകളാണ് മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്നുള്ളത്. ആ ബദരീങ്ങളുടെ നായകൻ, ബദറിൽ പങ്കെടുത്ത ആളുകളാണല്ലോ ബദരീങ്ങൾ. ആ ബദരീങ്ങളുടെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒന്നാമത്തെ ബദരി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിൽ 14 ആളുകളാണ് വഫാത്തായത്, ഷഹീദായത്, മരിച്ചുപോയത്. ആ 14 ആളുകൾ ബദർ ശുഹദാക്കൾ എന്നറിയപ്പെടുന്നു. നമ്മളിന്ന് മദീനയിൽ പോയാൽ, മദീനയിൽ ബദറിൽ പോയാൽ ആ 14 ആളുകൾ അടക്കം ചെയ്ത പ്രദേശം കാണാം. അവിടെ ആ ഖബർസ്ഥാൻ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ഒരു ഭാഗത്ത് ആ 14 ആളുകളുടെ പേര് കൊത്തിവെച്ച ഒരു ഫലകവും നമുക്ക് കാണാൻ കഴിയും. റോഡ് സൈഡിൽ ഒരു ഫലകവും കാണാൻ സാധിക്കും. ആ ശുഹദാക്കളുടെ ഓരോ ആളുകളുടെയും പേരുകൾ കൊത്തിവെച്ച ആ പ്രദേശത്താണ്. അവിടെ നമുക്കൊരു പള്ളി കാണാം. ബദറിൽ ചെന്നാൽ ജാമിഉൽ അരീഷ് എന്നാണ് അതിന്റെ പേര്. പന്തൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം തുടങ്ങും മുമ്പ് സഹാബത്ത് പ്രവാചകന് ഒരു അരീഷ്, ഒരു പന്തൽ ഉണ്ടാക്കി കൊടുത്തു. ആ പന്തലിനകത്ത് ഇരുന്നുകൊണ്ടാണ് പ്രവാചകൻ പ്രാർത്ഥിച്ചതും യുദ്ധത്തിന്റെ ഗതികളൊക്കെ നിയന്ത്രിച്ചതൊക്കെ. പിന്നീട് പിൽക്കാലത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മദീനയിലെ ഗവർണറായിരിക്കുമ്പോൾ അദ്ദേഹം അതൊരു പള്ളിയാക്കി അവിടെ ഒരു പള്ളി നിർമ്മിച്ചു. അതാണ് ജാമിഉൽ അരീഷ്. ഇന്ന് നമുക്കിത് പോയാൽ വെള്ള പള്ളി, വെള്ള മിനാരങ്ങളും പെയിന്റ് അടിച്ചൊരു പള്ളി, ജാമിഉൽ അരീഷ് എന്ന് നമുക്കിന്ന് കാണാം. അതിൻ്റെ മറുഭാഗത്തായിട്ട് പിന്നിലായിട്ട് ബദർ യുദ്ധം നടന്ന യുദ്ധക്കളവും ആ പ്രദേശങ്ങളും ഒക്കെ നമുക്കിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ വളരെ വിശാലമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ബദർ. ആ ബദർ യുദ്ധത്തിന് ശേഷമാണ്, അതിൽ വിജയിച്ചതിന്റെ ശേഷമാണ് മുസ്ലിങ്ങൾക്ക് മദീനയിൽ അവർ പ്രബലരായത്, ശക്തരായി തീർന്നത്. മറ്റുള്ള ആളുകൾക്ക് മുസ്ലിങ്ങളെ ഭയപ്പാട് ഉണ്ടാക്കിയതും ആ യുദ്ധവിജയമായിരുന്നു. അവരെ നിസ്സാരമായി കാണേണ്ടവരല്ല, അവര് ചില്ലറക്കാരല്ല എന്ന ഒരു തോന്നലുണ്ടായത് ആ യുദ്ധത്തിന് ശേഷമാണ്. അപ്പൊ ആ യുദ്ധം ജയിച്ചു. അത് ജയിക്കൽ അനിവാര്യമായിരുന്നു. ആ ബദറിലെങ്ങാനും മുസ്ലിങ്ങൾ പരാജയപ്പെട്ടിരുന്നെങ്കിൽ അതോടുകൂടി ഇസ്ലാമിന്റെ ചരിത്രം മറ്റൊരു വഴിക്ക് പോകുമായിരുന്നു. പക്ഷേ വിജയത്തിന്റെ ജൈത്രയാത്ര തുടരാനുള്ള തുടക്കം ബദറായിരുന്നു. ആ ബദറിൽ സഹാബത്ത് കാണിച്ച ആ ധീരതയുണ്ടല്ലോ, ആത്മാർത്ഥത, ആ ആത്മാർത്ഥതയും അവരുടെ ധീരതയും പ്രത്യേകമായി പറയേണ്ട സംഗതിയാണ്. റമദാൻ മാസമാണ് യുദ്ധമുണ്ടാകുന്നത്. 2 യുദ്ധങ്ങളാണ് റമദാൻ മാസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തുണ്ടായത്. ഒന്ന് ബദറാൻ, മറ്റൊന്ന് മക്കം ഫതഹാൻ. മക്ക ജയിച്ചടക്കിയതും റമദാനിലാണ്, ബദർ യുദ്ധം ഉണ്ടായതും റമദാനിലാണ്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ രത്ന ചുരുക്കം. ഏതായിരുന്നാലും ഒരു ചെറു സംഘം ഒരു വലിയ സംഘവുമായി ഏറ്റുമുട്ടിയപ്പോൾ ആ ചെറു സംഘത്തിന് വലിയ സംഘത്തെ പരാജയപ്പെടുത്താൻ സാധിച്ചു. അവരാകട്ടെ എല്ലാവിധ ആയുധ സാമഗ്രികളോടും കൂടെ സർവ സന്നാഹങ്ങളുമായി യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട, അതിനുവേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ, ഇപ്പോൾ തീർത്തിട്ട് അങ്ങോട്ട് പൊയ്ക്കളയാമെന്ന് പറഞ്ഞ് കടന്നു വന്ന ആ ആളുകളെയാണ് ബദറിൽ പിടിച്ചു കെട്ടിയത്. അവർ 70 ആളുകൾ, പ്രമാണിമാരെല്ലാം, പ്രമുഖന്മാരെല്ലാം, നേതാക്കന്മാരെല്ലാം ആ ബദർ യുദ്ധത്തിൽ, ആ രണാങ്കണത്തിൽ വധിക്കപ്പെട്ടു എന്നുള്ളതാണ്. 70 ആളുകൾ ബന്ദികളായി പിടിക്കപ്പെട്ടു. അങ്ങനെ ആ യുദ്ധം ഇസ്ലാമിന് അനുകൂലമായി, മുസ്ലിങ്ങൾക്ക് അനുകൂലമായി വന്നു. അവർ വിജയശ്രീലാളിതരായി. അല്ലാഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു. തുടരെയായുള്ള മലക്കുകളെ ഇറക്കിക്കൊണ്ട് അള്ളാഹു സഹായിച്ചു. ഇവർ ശക്തരായി തീർന്നു. അതോടുകൂടെ ഇസ്ലാമിന്റെ ചരിത്രം മറ്റൊരു രൂപത്തിലേക്ക് മാറുകയാണ്. അപ്പൊ ഇതാണ് ബദർ. ബദർ ഒരുപാട് പഠിക്കാനുണ്ട്. അതിന്റെ ഗുണപാഠം, മുവഹിദുകളായ ആളുകളെ അള്ളാഹു എപ്പോഴും സഹായിക്കുമെന്നതാണ്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നിലകൊള്ളുന്ന മുവഹിദുകൾ, അവർ ബദരീങ്ങൾ മുവഹിദുകളായിരുന്നു.
ലാ ഇലാഹ ഇല്ലല്ലാ അതിനു വേണ്ടി മാത്രം നിലകൊണ്ട ആളുകളാണ്. അപ്പോൾ ആ ഒരു സന്ദേശം ബദർ നമുക്ക് നൽകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.